തേപ്പ് പെട്ടി, മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി. തേപ്പ് പെട്ടി നമ്മളൊരു ചൂട് സെറ്റ് ചെയ്യുന്നു, കറണ്ട് കൊടുക്കുന്നു, തേപ്പ് പെട്ടി ചൂടാകുന്നു, ആവശ്യത്തിനുള്ള അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചൂടിലോട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആകുന്നു, ചൂട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഹീറ്റാകുന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ തെർമോസ്റ്റാറ്റ് ഇല്ല എങ്കിൽ കറണ്ട് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓവർ ഹീറ്റായി തേപ്പ് പെട്ടി ഡിം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. മൊബൈൽ ഫോൺ ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് മൊബൈലിലോട്ടുള്ള കറണ്ട് അവിടെ സ്റ്റോപ്പായി കഴിയുമ്പോൾ മൊബൈൽ ഫോൺ ഓഫായി പോകും. ഇനി ബാറ്ററിയിലെ ഈ സർക്യൂട്ടിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ചിലപ്പം ഫുൾ ചാർജ് ആയിരിക്കാം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ, പക്ഷേ ഒരു കോള് വരുമ്പോഴത്തേക്കും ഇവൻ ഓഫായി പോകും, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഓഫായി പോകും. അത് ഈ സർക്യൂട്ടിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. ഈ സർക്യൂട്ടിന് കംപ്ലയിൻറ്റ് വന്നാൽ ഈ ബാറ്ററി ഫുള്ളായിട്ട് മാറ്റണം, അതാണ് അതിൻ്റെ ശരി. പക്ഷേ ചില ആൾക്കാർ ബാറ്ററി മാറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് പൈസ മുടക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്യൂട്ട് അങ്ങ് ഷോർട്ട് ചെയ്ത് വെക്കും. ഷോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. പിന്നീട് ഇതിന് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂയോ കാര്യങ്ങളോ വരുമ്പം ഈ സ്വിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഹീറ്റായിക്കൊണ്ടേയിരിക്കും. കാര്യം ഇത് കട്ട് ഓഫ് ആയി കൊടുക്കത്തില്ല. ഹീറ്റായി അവസാനം ഡിം സംഭവിക്കുമോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഉടായ്പ പരിപാടി, ഈ ഷോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ ആരും ചെയ്യത്തില്ല കേട്ടോ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കാരണം എന്നാണെന്നറിയാമോ, ഞാനിങ്ങനെ ഇത് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കമൻറ്റ് ബോക്സിൽ എല്ലാം തികഞ്ഞ ആളുകൾ വന്നിട്ട് എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, മാപ്പ്.